ചാണ്ടി ഉമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭിന്നത പുറത്ത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതല നൽകിയില്ല എന്ന് ചാണ്ടി ഉമ്മൻ. അതേസമയം പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തെ അറിയിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ. അതിന് താഴെത്തട്ട് മുതൽ മേള് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാകുന്നു. അതിനകത്ത് APCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ മറുപടിയല്ല. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അല്ല, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. പരാതി പറഞ്ഞിട്ടില്ല. പിന്നെ ആ പരാതി പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പദ്ധതിയിലല്ലോ ഞാനിരിക്കുന്നത്. അതൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, എനിക്ക് നേതൃത്വം യാതൊരു അതൊരു ടൈറ്റിൽ കാർഡായി പോകാൻ വേണ്ട. കോൺഗ്രസ് അത് രണ്ടാവില്ല, ടൈറ്റിൽ കാർഡായിട്ടുണ്ടായിരുന്നു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, എന്തുകൊണ്ടാണ് തനിക്ക് ചുമതല നൽകാത്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമല്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ. ഇതിപ്പോൾ പാർട്ടിയിൽ പറയാമായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ പാർട്ടി നേതാക്കളെ അറിയിക്കാതെ നേരെ വന്ന് മാധ്യമങ്ങളോട് പറയില്ലല്ലോ. ഇതിപ്പോൾ ഈ ഭിന്നത എത്ര രൂക്ഷമായി പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനകത്തെ ഭിന്നത അത് കൂടുതൽ പുറത്തു വരുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചുമതലയും തനിക്ക് നൽകിയില്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. ചില നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള ചുമതലകളും മറ്റുമൊക്കെ നൽകി അവർക്ക് വലിയ അംഗീകാരം ലഭിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു വിഭാഗത്തിന് അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ ഏതായാലും വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ ഇതേ അഭിപ്രായം നേരത്തെ പല നേതാക്കൾക്കും ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ പലരും അത് പുറത്തു പറയാൻ തയ്യാറായില്ലെങ്കിലും മാധ്യമങ്ങളോട് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുൻപിലല്ലെങ്കിലും അതല്ലാതെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും ചാണ്ടി ഉമ്മൻ അത് കൂടുതൽ പ്രത്യക്ഷത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ രാഹുൽ പറയുന്നത്, ഈ ചാണ്ടി ഉമ്മന്റെ പരാതി ഇവിടെ ആരും പരാതി പറഞ്ഞതായി കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി പരാതി ഉണ്ടെങ്കിൽ തന്നെ അത് നേതൃത്വത്തോടല്ലേ പറയുക. തനിക്ക് ചാണ്ടി ഉമ്മനോട് ഒരു പ്രശ്നവുമില്ല, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ല എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ തനിക്ക് സഹോദര തുല്യനായ ആളാണ്, പാർട്ടി നേതൃത്വത്തോടാണ് ഇത് സംബന്ധിച്ച് പരാതി പറയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് ചാണ്ടി ഉമ്മനെ പറഞ്ഞ രീതി ശരിയല്ല. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തോട് പറയണമായിരുന്നു, അതല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയരുതായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് രാഹുൽ ഈ വിഷയത്തിൽ നടത്തുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ഈ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്ന വേളയിലൊക്കെ വലിയ പരാതികളും പൊട്ടിത്തെറികളും കോൺഗ്രസിൽ നിരന്തരം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരുവിധം ഈ ഭിന്നതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. പക്ഷെ ആ ഭിന്നതകൾക്കിടയിലും അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായെങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ ഈ പലതരത്തിലുള്ള അതൃപ്തി ഇപ്പോഴും പുകയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. ശരി അരുൺ, ഏതായാലും എവിടെ പറയണമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകന് അറിയാൻ പാടില്ലാത്തതല്ലോ. അപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തണമെങ്കിൽ എത്രത്തോളം വലിയ ഭിന്നതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുന്നുമുണ്ട്. പക്ഷെ നോക്കാം, ഇത് ഈ മറനീക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു പറയുന്ന ഘട്ടം വന്നപ്പോൾ ഇനി ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസിന് നോക്കാം.